നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 54 വർഷത്തിന് ശേഷം ചന്ദ്രന്റെ പിന്നിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർ എന്ന ചരിത്രം കുറിച്ച് ആർടെമിസ് സംഘം എത്തുമ്പോൾ ചന്ദ്രനെ ചുറ്റിയ ഒറയോൺ എന്ന പേടകവും ഭൂമിയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു എന്ന വാർത്ത കൂടി വരികയാണ്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യൻ എന്ന റെക്കോർഡ് ആർടെമിസ് ദൗത്യത്തിന്റെ ഭാഗമായ ആ 4 പേർക്ക് സ്വന്തമായി. ഭൂമിയിൽ നിന്ന് 4,06,771 കിലോമീറ്റർ അകലെ വരെ എത്തി. പുതിയ റെക്കോർഡ് പിറന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ 4:37 അപ്പോളോ 13 സംഘത്തിന്റെ 1970 ഏപ്രിൽ 14 റെക്കോർഡാണ് ആർടെമിസ് സംഘം മറികടന്നത്. ഒറയോൺ ചന്ദ്രന്റെ ഏറ്റവും അടുത്തെത്തിയത് ഇന്ത്യൻ സമയം പുലർച്ചെ 4:32 ഭൂമിയിലേക്ക് ആദ്യം സന്ദേശം അയച്ചത് ക്രിസ്റ്റീന കൂക്കാണ്. പേടകം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിലേക്ക് പ്രവേശിച്ചത് ഇന്നാണ്. 1972 ശേഷം ഇതാദ്യമായിട്ടാണ് മനുഷ്യൻ വീണ്ടും ചാന്ദ്ര ഗുരുത്വാസ്വാധീന മേഖലയിൽ എത്തിയത്. തുടർന്ന് ചന്ദ്രന്റെ അപ്പുറത്ത് നിന്ന് ദൗത്യസംഘം ചന്ദ്രനെയും ഭൂമിയെയും നോക്കിക്കണ്ടു. ഒറയോൺ ചന്ദ്രന്റെ പിന്നിലേക്ക് പോയതിനാൽ 40 മിനിറ്റോളം പേടകവും ഭൂമിയും തമ്മിൽ ബന്ധമുണ്ടായിട്ടില്ല. ചന്ദ്രന്റെ അപ്പുറത്ത് നിന്ന് ഉദയവും അസ്തമയവും അവർ കണ്ടു. ദൗത്യത്തിന്റെ 7ാം ദിനം പകുതി കഴിയുമ്പോൾ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തുടക്കമാകും. 8ാം നാൾ പേടകത്തെ വീണ്ടും പൈലറ്റിന്റെ നിയന്ത്രണത്തിലാക്കും. 9ാം നാൾ തിരിച്ചിറക്കത്തിനുള്ള തയ്യാറെടുപ്പാണ്. 10ാം നാൾ ഭൂമിയിലേക്ക് ഒറയോൺ വന്നിറങ്ങും. 54 വർഷത്തിന് ശേഷം ചന്ദ്രന്റെ പിന്നിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർ എന്ന ചരിത്രം കുറിച്ചിരിക്കുകയാണ് ആർടെമിസ് സംഘം. ഒറയോൺ പേടകത്തിൽ ചന്ദ്രനെ ചുറ്റിയപ്പോൾ 40 മിനിറ്റോളം ഭൂമിയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരുന്നു. ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു ഇതെങ്കിലും ഇങ്ങനെ നടക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. ഒറയോൺ ചന്ദ്രന്റെ പിന്നിലേക്ക് പോയതിനാൽ 40 മിനിറ്റോളം പേടകവും ഭൂമിയും തമ്മിൽ ബന്ധമുണ്ടായിട്ടില്ല. ഏകദേശം 40 മിനിറ്റ് നീണ്ടുനിന്ന പ്രതീക്ഷിച്ച ബ്ലാക്ക് ഔട്ടിന് ശേഷം ഹൂസ്റ്റണിലെ നാസയുടെ മിഷൻ കൺട്രോൾ ചന്ദ്രനെ ചുറ്റുന്ന ആർടെമിസ് ബഹിരാകാശ യാത്രികരുമായുള്ള ആശയവിനിമയം പുനഃസ്ഥാപിച്ചിരുന്നു. നമ്മൾ എപ്പോഴും ഭൂമിയെ തെരഞ്ഞെടുക്കും. സിഗ്നൽ കട്ട് ചെയ്തതിന് ശേഷമുള്ള തന്റെ ആദ്യ പരാമർശത്തിൽ ബഹിരാകാശ യാത്രിക ക്രിസ്റ്റീന കോച്ച് പറയുന്നു, ചന്ദ്രന്റെ മറുപുറത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ നിന്നുള്ള സിഗ്നൽ നഷ്ടമായത്. 30 മിനിറ്റിന് ശേഷം സിഗ്നൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് 40 മിനിറ്റ് ശേഷമാണ് സിഗ്നൽ തിരിച്ചു കിട്ടിയത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് ആർടെമിസ് ദൗത്യത്തിന്റെ ഭാഗമായ ആ 4 പേർക്ക് സ്വന്തം. ഭൂമിയിൽ നിന്ന് 4,06,771 കിലോമീറ്റർ അകലെ. പുതിയ റെക്കോർഡ് പിറന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ. അപ്പോളോ 13 സംഘത്തിന്റെ 1970 ഏപ്രിൽ 14 റെക്കോർഡ് തന്നെയാണ് ഇവർ തിരുത്തി കുറിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശം. ചന്ദ്രനപ്പുറത്ത് നിന്ന് ദൗത്യസംഘം ചന്ദ്രനെയും ഭൂമിയും നോക്കിക്കാണുമ്പോൾ കിട്ടുന്ന ആ ആവേശം. ചന്ദ്രന്റെ അപ്പുറത്ത് നിന്ന് ഉദയവും അസ്തമയവും കണ്ട് അവർ ഇനി മടങ്ങി വരും. എന്തായാലും 8ാം നാൾ പേടകത്തെ വീണ്ടും പൈലറ്റിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും 9ാം നാൾ തിരിച്ചിറക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയും 10ാം നാൾ ഭൂമിയിലേക്ക് ഒറയോൺ വന്നിറങ്ങുകയും ചെയ്യും. ഏപ്രിൽ 6 തിങ്കളാഴ്ച നാസയുടെ ആർടെമിസ് 2 ബഹിരാകാശ യാത്രികർ ചരിത്രം സൃഷ്ടിച്ചു. 50 വർഷത്തിലേറെയായി ചന്ദ്രനും ചുറ്റും പറക്കുന്ന ആദ്യത്തെ മനുഷ്യനായി, ഏറ്റവും ദൂരെയുള്ള മനുഷ്യ ബഹിരാകാശ യാത്രകൾക്കായുള്ള ടീമായി ഇവർ ഇപ്പോൾ മാറിയിരിക്കുകയാണ്.